നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സമൃദ്ധി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുവാൻ പോകുന്നത് ഈ വരുന്ന വിഷുക്കാലം 2026 വിഷു മുതൽ അടുത്ത വിഷുക്കാലം വരെ ഓരോ നക്ഷത്ര ജാതകർക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള ഏറ്റവും സുപ്രധാന കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന വീഡിയോകളാണ് ചെയ്തു വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് വിഷുഫലമായി പരാമർശിക്കുന്നത്. അത്തരത്തിൽ രാശിചക്രത്തിലെ മൂന്നാമത്തെ നക്ഷത്രമായ മേടം, ഇടവം രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന കാർത്തിക നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് പരാമർശിക്കുവാൻ പോകുന്നത്. 2026 വിഷു കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു ആഘോഷം മാത്രമായല്ല കാണേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു തുടക്കമായി വേണം ഈ വിഷുക്കാലത്തെ വരവേൽക്കാൻ. ജ്യോതിഷത്തിൽ അഗ്നി നക്ഷത്രമായാണ് കാർത്തിക നക്ഷത്രം അറിയപ്പെടുന്നത്. അതായത് സൂര്യ തേജസ്സോടെ ജ്വലിക്കുന്ന അഗ്നിയുടെ ശുദ്ധീകരണ ശക്തിയുള്ള നക്ഷത്രമായാണ് കാർത്തിക നക്ഷത്രത്തെ കരുതുന്നത്. കാർത്തികയ്ക്ക് ഈ ഒരു വിഷുക്കാലം കൈനീട്ടമായി തരുന്നത് വലിയൊരു ഉണർവിന്റെ തുടക്കമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, എടുത്തു പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായി തന്നെ നിങ്ങൾ അനുഭവിച്ചു വരുന്ന പലവിധ മാനസിക സങ്കടങ്ങൾക്കും സാമ്പത്തിക ഞെരുക്കങ്ങൾക്കും ഒക്കെ ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു വിജയപാത തുറന്നുകൊണ്ടാണ് ഈ വിഷുക്കാലം നിങ്ങളെ വരവേൽക്കുന്നത്. അതായത് നമ്മൾ വിഷുക്കണി കാണുമ്പോൾ കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ ഈ വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നതാണ് ചുരുക്കം. അതായത് സമ്പൽ സമൃദ്ധമായ കണിയൊരുക്കിയ ശേഷം അത് കാണുമ്പോൾ ഈ ഐശ്വര്യങ്ങളെല്ലാം എന്റെ ജീവിതത്തിലും പ്രതിഫലിക്കണമേ എന്നായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇതുവരെ നിങ്ങൾ എന്തൊക്കെ കഠിനാധ്വാനങ്ങൾ ചെയ്തിരുന്നെങ്കിലും ആ പ്രയത്നങ്ങളുടെ ഒന്നും ഫലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയത്തിന്റെ തുടക്കമാണ് ഈ വിഷുവോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുക. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ്. കൂടാതെ ഈ വിഷു സൂര്യന്റെ ഉച്ചരാശിയായ മേടത്തിലാണ് സംഭവിക്കുക. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസവും ധൈര്യവും കർമ്മോത്സുകതയും വർദ്ധിപ്പിക്കും. ഇക്കാലയളവിൽ നിങ്ങൾ ഏറ്റവും ശക്തമായ തീരുമാനങ്ങൾ എടുക്കും. അത് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കും. നിങ്ങളുടെ ഉയർച്ച നിങ്ങളിലൂടെ നിങ്ങളുടെ ആശ്രിതർക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെ ഉന്നതിയിലേക്ക് എത്തുവാനും സഹായിക്കുന്നതാണ്. ഇത്രയും നാൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന പലവിധ കഷ്ടപ്പാടുകളും കൈപ്പേറിയ അനുഭവങ്ങളും നിങ്ങൾക്ക് നൽകിയ പാഠം ഉൾക്കൊണ്ട് അത്തരം അനുഭവ സമ്പത്തുകളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കാൻ സർവ്വവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതായത് ഇത്ര നാളത്തെ പ്രവൃത്തികളുടെ ഫലം അത് സാമ്പത്തിക സ്ഥിരതയുടെയും കുടുംബ സൗഖ്യത്തിന്റെയും ആരോഗ്യകാര്യങ്ങളിലെ പുരോഗതിയുടെയും എല്ലാ കാര്യങ്ങളിലുമുള്ള ഉയർച്ചയുടെയും സുവർണകാലമാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വിഷു എന്ന് പറയുന്നത് വെറുമൊരു ദിവസം മാത്രമായി കരുതേണ്ടതില്ല. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്ന ഒരു മഹത്തായ ദിവസത്തിന്റെ തുടക്കമായി വേണം ഇതിനെ കാണുവാൻ. അതിനാൽ തന്നെ ഈശ്വരവിശ്വാസത്തോടെ ആത്മവിശ്വാസം കൈവിടാതെ ഈ വിഷുക്കാലത്തെ വരവേൽക്കുക. ഇത്തരത്തിൽ നോക്കുമ്പോൾ 2026 വിഷു മുതൽ 2027 വിഷുക്കാലം വരെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന സുപ്രധാനമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന്, പ്രധാനമായും സമ്പത്ത്, തൊഴിൽ, കുടുംബം, ആത്മീയ കാര്യങ്ങൾ, ആരോഗ്യസ്ഥിതി, വ്യാപാരങ്ങൾ, തൊഴിൽ തുടങ്ങിയ എല്ലാ മേഖലകളിലെയും നിങ്ങൾക്ക് ഉണ്ടാവാനിടയുള്ള അനുഭവങ്ങളെപ്പറ്റി വിശദമായി തന്നെ നമുക്ക് നോക്കാം. അതായത് 2026 വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു സാമ്പത്തിക ഉന്നമനമാണ് ഉണ്ടാവാൻ പോകുക എന്ന കാര്യം ഓർമ്മയിൽ വെക്കുക. അതായത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന കടബാധ്യതകളും സാമ്പത്തിക പിരിമുറുക്കങ്ങളും ഒക്കെ വിട്ടുമാറി പല സ്രോതസ്സുകളിൽ നിന്നുമുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയത്തിന്റെ തുടക്കമായി വേണം ഈ വിഷുക്കാലം കാണുവാനായിട്ട്. അതായത് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ നിന്ന് മാത്രമല്ലാതെ പല വിധത്തിലുള്ള ഭാഗ്യങ്ങളും അതിലൂടെയുള്ള സമ്പത്തും ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നു. നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ഒട്ടനവധി ലാഭങ്ങൾ ലഭിക്കുവാൻ ഇടയാകുന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതി വെച്ചിരുന്ന പഴയ തുകകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ്. അത് ചില പദ്ധതികളിൽ നിന്നും മാറാതെ കിടന്നിരുന്ന ബില്ലുകളോ അല്ലെങ്കിൽ കടമായി കൊടുത്തിരുന്ന തുകകളോ ഒക്കെ ആവാം. ഇത്തരം തുകകൾ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായി ഫലപ്രകാരം തെളിയുന്നു. കൂടാതെ ഭൂമി, സ്വർണം തുടങ്ങിയ കാര്യങ്ങളിൽ ധനം നിക്ഷേപിക്കുന്നവർക്കും അനുയോജ്യമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഗൃഹനിർമ്മാണവും വീടിന്റെ അറ്റകുറ്റപ്പണികളും ഒക്കെ
യാത്രയ്ക്കായി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. വരുമാനം വർദ്ധിക്കുന്നതോടെ ആഡംബര കാര്യങ്ങൾക്ക് പണം ചെലവാക്കാനുള്ള വ്യഗ്രതയും നിങ്ങൾക്ക് വന്നു ചേരും. അതിനാൽ തന്നെ വന്നു ചേരുന്ന പണം സൂക്ഷിച്ച് ചെലവാക്കുവാനും ശ്രദ്ധിക്കുക. ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട പല വ്യക്തികളും ജീവിതത്തിൽ വലിയൊരു തുക എന്തോ കാര്യത്തിനു വേണ്ടി, പ്രത്യേകിച്ച് ഏതോ ഒരു മംഗള കാര്യത്തിനു വേണ്ടി, അത് മക്കളുടെ വിദേശ യാത്രയ്ക്കുള്ള പണമോ അല്ലെങ്കിൽ വിവാഹ കാര്യത്തിനുള്ള പണമോ വിദ്യാഭ്യാസത്തിനുള്ള പണമോ എന്തു തന്നെയായിരുന്നാലും ഒരു മംഗള കാര്യത്തിനു വേണ്ടി ധാരാളം പണം ആവശ്യമായി വന്നിട്ടുള്ളവരുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് ആ ഒരു തുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ് എന്നാണ് ഫലപ്രകാരം തെളിയുന്നത്. നിങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന വലിയ കടങ്ങൾ, അതുമൂലമുള്ള ബാധ്യതകളൊക്കെ തീർക്കുവാനും ഈ ഒരു വർഷം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വലിയ തുകകൾ കടമായി കൊടുക്കുന്നതും ഒഴിവാക്കുക. കൂടാതെ സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റുള്ളവരുമായി, പ്രത്യേകിച്ച് അപരിചിതരുമായി ഇടപഴകുമ്പോൾ പ്രത്യേക ശ്രദ്ധയും കഴിയുമെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്നും മനസ്സിലാക്കുക. തൊഴിൽ മേഖലയിൽ പലവിധ അംഗീകാരങ്ങളും ഉയർച്ചയും ശമ്പള വർധനവും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടാതെ രാഷ്ട്രീയക്കാർക്ക് ശോഭിക്കുവാൻ കഴിയുന്ന സമയമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റവും ഇന്റർവ്യൂകളിലൊക്കെ പങ്കെടുത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രവേശന പരീക്ഷകളൊക്കെ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ മേഖലയിൽ മേലധികാരികളുടെ പ്രീതിയും സഹപ്രവർത്തകരുടെ അനുകൂല മനോഭാവവും നിങ്ങളെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കും. കൂടാതെ തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതിനാൽ മാനസിക സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നാലും അത് ഭാവിയിൽ ഗുണകരമായി തന്നെ കലാശിക്കും. വിദേശ രാജ്യങ്ങളുമായി കയറ്റുമതി ഇറക്കുമതി പോലുള്ള വ്യാപാരങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും അതിന് മുൻപുണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി എത്രയും വേഗം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സാധ്യതകളും നിങ്ങൾക്ക് തെളിഞ്ഞു കാണുന്നു. സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അധ്യാപകർക്കും മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിരവധി പുതിയ അവസരങ്ങളും ഉയർച്ചയും വന്നെത്തുന്നതാണ്. കൂടാതെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ വേദികൾ കിട്ടാനും അതിലൂടെ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുവാനും പലവിധ അംഗീകാരങ്ങൾ ലഭിക്കുവാനും ഇടയാകും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും പുലരും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും തർക്കങ്ങളുമൊക്കെ നല്ല രീതിയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പങ്കാളിയുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണ ലഭിക്കുകയും സംശയങ്ങൾ ഒഴിവാക്കി തുറന്ന സംസാരം ശീലിക്കുന്നത് ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഉപകരിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നുചേരുന്ന ഒരു കാലഘട്ടമാണ് ഈ വിഷുവിന് ശേഷം ഇനിയങ്ങോട്ട് ഉണ്ടാവുക. കാർത്തിക നക്ഷത്രത്തിലുള്ളവർ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും തടസ്സങ്ങൾ നീങ്ങുവാൻ സഹായിക്കും. കൂടാതെ നിങ്ങൾ ദീർഘനാളുകളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന തരത്തിൽ ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുവാനും അവസരമുണ്ടാകും. സ്ഥിരമായി ചൊവ്വാഴ്ച മന്ത്രം ജപിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ അകറ്റി പോസിറ്റീവ് ഊർജം നിങ്ങൾക്ക് ചുറ്റും നിലനിർത്തുവാനും അതിലൂടെ ധാരാളം ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുവാനും സഹായിക്കും. ആരോഗ്യ കാര്യങ്ങളിലും മികച്ച ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. എങ്കിലും ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. കൃത്യമായ ഇടവേളകളിൽ മെഡിക്കൽ ചെക്കപ്പുകളും നടത്തുക. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുമ്പോൾ അവരുടെ പ്രയത്നങ്ങൾക്ക് അർഹിക്കുന്ന ഫലം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. മത്സര പരീക്ഷകളിലും മറ്റും വിജയം നേടുവാനും പലവിധ പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അനുകൂല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെയുള്ള പെട്ടെന്നുള്ള ദേഷ്യം നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ്. അല്ലാത്തപക്ഷം അവ പല നല്ല ബന്ധങ്ങളും തകർക്കുവാനും കാരണമാകും. ഇത്തരത്തിൽ സ്വയം സംയമനം പാലിക്കുന്നത് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്ന കാര്യവും മനസ്സിൽ വെക്കുക. കൂടാതെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേക ശ്രദ്ധ പാലിക്കുക. അമിത വേഗത ഒരിക്കലും നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്ന വസ്തുതയും മനസ്സിലാക്കുക. പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും പെട്ടെന്ന് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ പലരുമായി ആലോചിച്ചും അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം മാത്രം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടതിന് ശേഷം മാത്രം ഇത്തരം കാര്യങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഈ വിഷുക്കാലം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന പുത്തൻ ഉണർവിനെ വർഷം മുഴുവൻ നിലനിർത്താനായി നിങ്ങൾ ശ്രമിക്കുക. ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനും മനഃശാന്തിക്കും ഉത്തമമാണ്. ചുവപ്പ്, വെള്ള, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും നിങ്ങളുടെ ആത്മവിശ്വാസവും ഭാഗ്യവും വർദ്ധിപ്പിക്കും. ക്ഷേത്ര ദർശനങ്ങൾക്കും വഴിപാടുകൾക്കും സമയം കണ്ടെത്തുവാനും അതിലൂടെ ആത്മീയ സമർപ്പണങ്ങൾക്ക് ശ്രമിക്കുക. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ വളരെ ഭാഗ്യനിർഭരമായ ഒരു വിഷുക്കാലമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. ഈ
വർഷം മുഴുവൻ ഇത്തരം സമ്പൽ സമൃദ്ധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലവിധ ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്നതാണ്. കൂടാതെ പലവിധ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളൊക്കെ മാറി ഇനി എങ്ങനെ പ്രവർത്തിക്കണം എന്ന വ്യക്തമായ രൂപരേഖ നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നതാണ്. അതുമൂലം കൃത്യമായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വിഷുക്കാലം ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാവിധ പുരോഗതിയും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.